ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇതിലേക്ക് ഓൾ സ്പൈസസ് ആയ 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 കഷ്ണം പട്ട, 2 ഏലക്ക, 4-5 ഗ്രാമ്പൂ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. നല്ലതുപോലെ മസാല ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഒരു വലിയ സവാള ചേർക്കുക. മസാലയുമായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കുക. സോസ് തന്നെ വേണമെന്നില്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ സവാളയുമായിട്ട് മിക്സ് ചെയ്ത് സവാളയുടെ നിറമൊക്കെ ഇതുപോലെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് കുറച്ച് എരിവ് മതിയെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചെടുത്താൽ മതിയാകും. മസാലപ്പൊടികൾ നല്ലതുപോലെ മൂക്കുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയില്ലെങ്കിൽ തക്കാളിയുടെ പച്ച ചുവ കറിക്ക് വരും. അതുകൊണ്ട് ഇതുപോലെ നല്ലപോലെ എണ്ണയെല്ലാം തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് മുഴുവനോടെ ചേർക്കുക. കട്ടിയാതെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റും കിട്ടും, എരിവും അറിയില്ല. പച്ചമുളക് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലോട് കൂടിയ ചിക്കനാണ് ചേർക്കുന്നത്. 500 ഗ്രാം ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് അരപ്പൊക്കെ ചിക്കനിൽ പൊതിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ വേകാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ 15 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കശുവണ്ടി പാല് ചേർത്ത് കൊടുക്കാം. ഒരു 20 കശുവണ്ടി കുതിർത്തി അരച്ചെടുത്താൽ 1/4 കപ്പ് പാല് കിട്ടും. അത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മീഡിയം ഹീറ്റിൽ തുടരെ ഇളക്കി കൊടുത്ത് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോറിയാണ്ടർ ലീവ്സ് പൊടിയായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഗ്രേവിയുമായിട്ട് ഈ കോറിയാണ്ടർ ലീവ്സൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇത് ഗീ റൈസിന് മാത്രമല്ല പൊറോട്ടയ്ക്കും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും കഴിക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.